ഒരൊറ്റ കുത്തിന് ഈ മനുഷ്യനെ ഈ പശു ഇടിച്ചൊരു ചാണകക്കുഴിയിലേക്ക് ഇടുക. ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അജാതി ഇടിയാണ്. ഇടിയുടെ ആഘാതത്തിൽ പുള്ളിക്കാരന്റെ ഹിപ്പ് ബോൺ വരെ ഒടിഞ്ഞു പോകുന്ന അവസ്ഥ. ഈ വീണ സാഹചര്യത്തിൽ പുള്ളിക്കാരൻ അനങ്ങാനോ തിരിയാനോ പറ്റാത്ത അവസ്ഥ. കാരണം അത്രത്തോളം പെയിൻഫുൾ ആണ്, നടക്കാനോ എഴുന്നേക്കാനോ പറ്റുന്നില്ല. ഈ ചാണകത്തിനകത്ത്, ഈ വേസ്റ്റിനകത്ത് പുള്ളിക്കാരൻ സ്റ്റക്കായി പോകുന്ന അവസ്ഥ. അങ്ങനെ 5 ദിവസങ്ങളോളം രാവും പകലും, രാവിലെ കട്ടിയുള്ള ചൂട്, തീ കത്തുന്ന ചൂട് അനുഭവിക്കേണ്ടി വന്നു. രാത്രിയിൽ നേരെ ഓപ്പോസിറ്റ് ഭയങ്കര തണുപ്പ് അനുഭവിച്ച് പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ആരും സഹായിക്കാനും വരുന്നില്ല. പക്ഷേ ഈ അവസ്ഥകളിലൊക്കെ പുള്ളി ഒറ്റയ്ക്കല്ലായിരുന്നു. ഈ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ ഒരു ആട്ടിൻകുട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആട്ടിൻകുട്ടി ഈ പുള്ളിക്കാരൻ സഹായിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ രാത്രി സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഈ പുള്ളിക്കാരൻ തണുക്കുമ്പോൾ ആ തണുപ്പ് അകറ്റാനായിട്ട് ഈ ആട് പുള്ളിയോട് ചേർന്ന് കിടക്കും. അങ്ങനെ ദിവസങ്ങളോളം ഈ ആട്ടിൻ കുഞ്ഞ് ഈ ആടിന് വേണ്ടി, തന്റെ യജമാനു വേണ്ടി അവിടെ കൂട്ടിരുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും ആഹാരവും വെള്ളവും ഒന്നും കിട്ടാതെ പുള്ളിക്കാരന്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ആ സമയത്താണ് ഈ ആട്ടിൻകുട്ടി വേറൊരു കാര്യം ചെയ്തത്. ഒരു പഴയ ബോട്ടിൽ കടിച്ചെടുത്തുകൊണ്ട് വന്ന് തന്റെ പാല് തന്റെ യജമാന് കൊടുക്കുവാൻ എന്ന് വെച്ചാൽ അടുത്ത് വന്ന് നിൽക്കും. ഈ പുള്ളിക്കാരൻ മനസ്സിലാക്കിയിട്ട് ആ പാല് പിഴിഞ്ഞ് കുടിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റെസ്ക്യൂവേഴ്സ് ഒക്കെ വന്ന് പുള്ളിക്കാരെ രക്ഷപ്പെടുത്തി പോയപ്പോ, ജീവനോടെ പുള്ളിക്കാരൻ തിരിച്ചു വരുമ്പോ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞതാണ്, ഞാൻ ആഹാരം കൊടുത്ത് വളർത്തിയ എന്റെ ആട്ടിൻ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഞാൻ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കില്ലായിരുന്നു എന്ന്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 ടൈപ്പിലെ ജീവികൾ. മൃഗങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും ചില അവസരങ്ങളിൽ മനസ്സാക്ഷിയുള്ള മൃഗങ്ങളുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ആഹാരം കൊടുത്ത ആള് തന്നെയാണ്, ആ പശുവാണ് പുള്ളിക്കാരനെ ആദ്യം ചവിട്ടി കുഴിയിലിട്ടത്. പക്ഷെ മറു സൈഡിൽ ഈ ആട്ടിൻ കുഞ്ഞ് ആഹാരം കൊടുത്തപ്പോൾ ആ നന്ദിയോടുകൂടി പുള്ളിക്കാരെ രക്ഷിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ആഹാരം കൊടുക്കുന്ന ആൾക്കാരല്ല, നമ്മൾ സഹായിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ല. ചില ആൾക്കാർ നമ്മളെ പിറകിൽ നിന്ന് കുത്തും. എന്നാൽ ചില ആത്മാർത്ഥമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കും, നമ്മളെ സഹായിക്കുകയും ചെയ്യും. സോ നിങ്ങൾ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ആളുകളെ ചൂസ് ചെയ്യുമ്പോൾ, സഹായിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചോളുക, 2 ടൈപ്പ് ആളുകളുണ്ട്. 90% ആൾക്കാരും പുറകിൽ നിന്ന് കുത്തും, 10% ആൾക്കാർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും.